ഹായ് ഹലോ മൈ ബ്യൂട്ടിഫുൾ സോൾസ്. നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ കരിയർ ആൻഡ് ഫിനാൻസ്. ഞാൻ ശരിയായ വഴിയിലാണോ? എൻ്റെ കഴിവുകൾ ശരിക്കും വിലമതിക്കപ്പെടുന്നുണ്ടോ? എൻ്റെ കരിയറിൽ അല്ലെങ്കിൽ ഫിനാൻസിൽ എന്നാണ് ഒരു ഉയർച്ച ഉണ്ടാകുക എന്നുള്ള നിങ്ങളുടെ ആശങ്കകൾക്കെല്ലാം തന്നെ ഒരു ഡിവൈൻ ഗൈഡൻസുമായിട്ടാണ് ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു എനർജി വൈബ്രേഷൻ ഈ റീഡിങ്ങുമായി കണക്ട് ചെയ്യുക. ഒരു ഡീപ്പ് ബ്രെത്ത് എടുത്ത് അല്പം ഒന്ന് മെഡിറ്റേറ്റ് ചെയ്ത് നിങ്ങൾ ഈ ഒരു റീഡിങ്ങിലേക്ക് നിങ്ങളുടെ എനർജി കൊണ്ടുവരിക. നിങ്ങളുടെ കരിയറിൻ്റെ കറണ്ട് സ്റ്റേറ്റ് എന്താണ്, അല്ലെങ്കിൽ ഫിനാൻസിൻ്റെ കറണ്ട് എനർജി എന്താണ് എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് വന്നിരിക്കുന്ന കാർഡുകൾ ദ മൂൺ, ദ എംപ്രസ്, ദ 6 ഓഫ് കപ്സ് ആൻഡ് 3 ഓഫ് പെൻറ്റക്കിൾസ്. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന കാർഡ് ഒരു കൺഫ്യൂഷനെ സൂചിപ്പിക്കുന്ന ഒരു ഹിഡൻ ഫിയർ, ഉള്ളിൽ ഒരു ഭയമുണ്ട്. അതാണ് ഈ മൂൺ കാർഡ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കരിയറിലും ഫിനാൻസിലും ഒരു അവ്യക്തമായിട്ടുള്ള ഒരു ആശങ്ക, സെൽഫ് ഡൗട്ട്, ഇതെല്ലാം വളരെ ശക്തമാണെന്ന് കാണിക്കുന്നു. ഞാൻ ഇതിൽ തന്നെ തുടരണോ, മുന്നോട്ട് പോകണോ, ഇതിനെ മാറ്റിക്കഴിഞ്ഞാൽ എനിക്ക് ഒരു റിസ്ക് ആകുമോ, എൻ്റെ കഴിവ് ഇത് ഇനഫാണോ എന്നൊക്കെയുള്ള ഒരു ആശങ്കയെ സൂചിപ്പിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾക്കിതൊരു ട്രസ്റ്റ് ഇഷ്യൂ ആയിരിക്കാം. ഒരാളൊരു വാഗ്ദാനം പാലിക്കാത്ത കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ സാലറി കൂട്ടിത്തരാം എന്ന് പറഞ്ഞ് നമ്മളെ കുറച്ച് കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ചെയ്യിച്ചിട്ട് അത് പോസ്റ്റ്പോൺ ചെയ്യിച്ച് നമുക്ക് സാലറി കിട്ടാത്ത ഒരവസ്ഥ, അല്ലെങ്കിൽ സാലറി വൈകിപ്പിക്കുന്ന ഒരു മേലധികാരി, ഇങ്ങനെയൊക്കെയുള്ള ഒരു ചുറ്റുപാട് നിൽക്കുന്ന ആളുകളെയും കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഒരു മണി മാറ്റേഴ്സിലൊന്നും ഒരു ക്ലാരിറ്റിയില്ല, ഒരു വ്യക്തതയില്ലായ്മ. ശരിക്കും ഇതൊക്കെ നിങ്ങളുടെ മെൻ്റലി വളരെ ടയേർഡ് ആക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് നിങ്ങൾ വിഷമിക്കുന്നുണ്ട്. നെക്സ്റ്റ് കാർഡ് ദ എംപ്രസ് ആണ്. നിങ്ങളുടെ ഒരു റിയൽ പവറിനെ സൂചിപ്പിക്കുന്നു. നിങ്ങൾ വളരെ വാല്യൂ ഉള്ളവരാണ്. നിങ്ങളുടെ ഐഡിയാസ് എന്ന് പറയുന്നത് ഒരു യുണീക്ക് ഐഡിയാസ് ഒക്കെ ഉള്ള ആളുകളാണ്. നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജനിച്ചവരാണ്. കരിയർ വൈസിൽ നോക്കുമ്പോൾ നിങ്ങൾക്കൊരു ക്രിയേറ്റീവ് ഫീൽഡ്, അല്ലെങ്കിൽ ഗൈഡൻസ്, ടീച്ചിങ്, ഹീലിംഗ്, കൗൺസിലിംഗ്, ഇതിലെല്ലാം തന്നെ നിൽക്കുന്ന കരിയറിൽ നിൽക്കുന്ന ആളുകൾക്ക് വളരെ നല്ല ഒരു ക്യാരക്ടർ വൈസ് തന്നെ അതിൻ്റേതായിട്ടുള്ളൊരു കഴിവുണ്ട്. അതായത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളിൽ ചിലർ ബ്യൂട്ടി ഫീൽഡിലായിരിക്കാം, അല്ലെങ്കിൽ വെൽനസ്, ഫിറ്റ്നസ്, മാർക്കറ്റിംഗ്, കണ്ടന്റ്, അങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയ, അങ്ങനെയൊക്കെ പറയുന്ന വിവിധ മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർ, അവരുടെ ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. സ്ട്രോങ്ലി എലൈനാണ്. അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡിലാണ് നിങ്ങൾ നിൽക്കുന്നത്, അതിൻ്റേതായിട്ടുള്ളൊരു കഴിവും നിങ്ങൾക്കുണ്ട് എന്ന് എംപ്രസ് കാർഡ് സൂചിപ്പിക്കുന്നു. ശരിക്കും നിങ്ങളൊരു ജോലി അന്വേഷിച്ച് നടക്കേണ്ട ഒരാളല്ല, നിങ്ങളൊരു ക്രിയേറ്ററാണ്. കഴിവ് നിങ്ങളുടെ പക്കൽ തന്നെ ഉണ്ട്. 6 ഓഫ് കപ്സ് കാർഡ് സൂചിപ്പിക്കുന്ന ഒരു പാസ്റ്റ് കണക്ഷനെയാണ്. ഇപ്പോൾ നിങ്ങളുടെ കരിയറിലും ഫിനാൻസിലും ഒരു പാസ്റ്റ് എനർജി വളരെ ശക്തമായിട്ട് തന്നെ ബാധിക്കുന്നതായിട്ട് കാണിക്കുന്നു. പഴയ ഒരു സ്കിൽ, പഴയ ഒരു കോണ്ടാക്റ്റ്, പഴയ ഒരു സ്വപ്നം, കുട്ടിക്കാലം മുതലുള്ള ഒരു ആഗ്രഹം, അതായത് നിങ്ങൾ വിട്ടുകളഞ്ഞ ഒരു സംഭവം, അത് ഇപ്പോൾ വീണ്ടും നിങ്ങളുടെ അരികിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ഒരിക്കൽ വിട്ടുകളഞ്ഞ ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി, അത് നിങ്ങളുടെ അരികിലേക്ക് വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. പക്ഷേ ഉള്ളിലുള്ളൊരു ഫിയർ, അല്ലെങ്കിൽ ഒരു റിജക്ഷൻ, ഫെയില്യൂർ, ഈ ഒരു ഭയം കൊണ്ടൊക്കെ നിങ്ങൾ അതിൽ നിന്നും ഒന്ന് ഡിസിഷൻ എടുക്കാതെ മാറി നിൽക്കുന്ന കുറച്ച് ആളുകളെയും കാണിക്കുന്നു. 3 ഓഫ് പെൻറ്റക്കിൾസ് കാർഡ് സൂചിപ്പിക്കുന്ന ഒരു കൊളാബറേഷൻ, അതുപോലെ തന്നെ റെക്കഗ്നീഷൻ്റെ ഒരു കാർഡാണ് 3 ഓഫ് പെൻറ്റക്കിൾസ്. ഇതൊരു വളരെ ബ്യൂട്ടിഫുൾ കാർഡാണ്. കരിയർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ടീം വർക്കിനെ സൂചിപ്പിക്കുന്നു, റെക്കഗ്നീഷനെ സൂചിപ്പിക്കുന്നു. നിനക്ക് കഴിവുണ്ട് എന്ന് ആരെങ്കിലും പറയുന്ന ഒരു സമയം, അത് നിങ്ങളുടെ അരികിലേക്ക് വരുന്നു. ഇത്രയും കാലം നിങ്ങൾ ഒറ്റയ്ക്ക് സ്ട്രഗിൾ ചെയ്തിരുന്നു എങ്കിൽ നിങ്ങളുടെ കരിയറിലേക്ക് നിങ്ങൾക്ക് ഹെൽപ്പിനായിട്ട് മറ്റുള്ളവർ കൂടി അതിലൊരു പാർട്ണർഷിപ്പിലേക്ക് വരുന്നു എന്ന് കാണിക്കുന്നു. ടീം വർക്കിനെ സൂചിപ്പിക്കുന്നു. സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള ഇൻകം നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണിക്കുന്നു. സ്ലോലിയാണ്, പക്ഷേ ഒരു സ്റ്റഡിലി ഗ്രോത്ത് നിങ്ങൾക്ക് ഉടൻ തന്നെ വരും. വർക്കിൽ യാതൊരു കാരണവശാലും അലസത കാണിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിനോട് ഒരു റെസ്പെക്റ്റ് പുലർത്തുക. അടുത്തതായി നമ്മൾ നോക്കുന്നത് ഫ്യൂച്ചർ ചേഞ്ചസ് ആണ്. നിങ്ങളുടെ കരിയറിലും ഫിനാൻസിലും എന്താണ് ഫ്യൂച്ചർ ചേഞ്ചസ് വരാൻ പോകുന്നത്? വാട്ട് ഈസ് കമ്മിങ്? വന്നിരിക്കുന്ന കാർഡുകൾ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ്, 9 ഓഫ് കപ്സ്, 9 ഓഫ് വാണ്ട്സ് ആൻഡ് 3 ഓഫ് കപ്സ് ആണ്. ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് കാർഡ് സൂചിപ്പിക്കുന്നത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെ സൂചിപ്പിക്കുന്ന കാർഡാണ്. ഫ്യൂച്ചറിൽ നിങ്ങൾ ഒരു വളരെ സ്ട്രോങ് ആകുന്നു, അതുപോലെ തന്നെ കരിയറിൽ ഒരു സ്റ്റേബിൾ, ഗ്രൗണ്ടഡ് ആ ഒരു എനർജിയിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നു. നിങ്ങളുടെ ഇൻകം നിങ്ങൾ കൺട്രോൾ ചെയ്ത് നിർത്തുന്നു. സേവിങ്സ് അവയർനെസ് എല്ലാം നിങ്ങൾക്ക് വരുന്നു. ഇത്രനാളും ഇങ്ങനെ ഒരു സേവിങ്സ് ഇല്ല എങ്കിൽ ഇനി അങ്ങോട്ട് അത് സേവ് ചെയ്ത് പോകണം എന്ന് പറയുന്ന ചിന്തയൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ട്. ഞാൻ തന്നെ മാനേജ് ചെയ്യാം എന്നൊരു കോൺഫിഡൻസ്, അതായത് ഒരു ആത്മവിശ്വാസമൊക്കെ നിങ്ങളുടെ കരിയറിലും ഫിനാൻസിലും വരാൻ പോകുന്നു. അതായത് ഇത്രനാൾ നിങ്ങൾ ഫിനാൻസിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിരുന്നു എങ്കിൽ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പറ്റം ആളുകൾ നിങ്ങളുടെ അണ്ടറിലേക്ക് വരുന്നു ഒരു ടീം വർക്കിനായിട്ടെന്നൊക്കെ ഇതിനകത്ത് കുറേ ആളുകളുടെ എനർജി അങ്ങനെ കാണിക്കുന്നുണ്ട്. ഒരു ടീം വർക്കിൽ നിൽക്കുന്ന, ഒരു മേധാവിയായിട്ട് നിൽക്കുന്ന ഒരാളെയൊക്കെ സൂചിപ്പിക്കുന്നു. നെക്സ്റ്റ് വന്നിരിക്കുന്ന 9 ഓഫ് കപ്സ് കാർഡാണ്. ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് കാർഡാണ് 9 ഓഫ് കപ്സ്. അതായത് കരിയർ സാറ്റിസ്ഫാക്ഷൻ, മണി കണ്ടൻമെൻറ്റ്. ഫ്യൂച്ചറിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കൊരു സാമ്പത്തിക ഭദ്രതയൊക്കെ വരുമ്പോൾ
മതി, എനിക്ക് ഇത്ര മതി എന്ന് പറയുന്ന ഒരു സമാധാന അവസ്ഥയൊക്കെ കാണിക്കുന്നു. നിങ്ങൾ വളരെയേറെ പ്രേ ചെയ്ത ഒരാശയം, അല്ലെങ്കിൽ ഇത്രനാൾ നിങ്ങൾ പ്രാർത്ഥിച്ച് കാത്തിരുന്ന ഒരാശയം, അത് ശരിക്കും നിങ്ങളുടെ അടുത്തേക്ക് മാനിഫെസ്റ്റ് ചെയ്തു വരുന്നു എന്ന് തന്നെ കാണിക്കുന്നു. നിങ്ങൾക്കത് കയ്യിലെത്തും. നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്ത ഒരു കരിയർ, അതിൻ്റെ ഒരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം, ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടാകാം. അത് എന്തായാലും നിങ്ങളുടെ അരികിലേക്ക് വരുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു 90% ആളുകൾക്കും കരിയറിൽ ഒരു ഗ്രോത്ത് ഉണ്ടാകുന്നതായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കിതൊരു സന്തോഷം കൊണ്ടുവരുന്നത് ഒരു ഇൻസ്റ്റൻ്റ്ലി അല്ല, ശരിക്കും നിങ്ങൾക്ക് അർഹതപ്പെട്ട ഒരു സന്തോഷം തന്നെ നിങ്ങളുടെ അരികിലേക്ക് വരുന്നു. 9 ഓഫ് വാണ്ട്സ് കാർഡ് സൂചിപ്പിക്കുന്ന ഒരു ഫൈനൽ ടെസ്റ്റാണ്. നിങ്ങളിപ്പോഴൊരു ഫൈനൽ ടെസ്റ്റിലാണ്. നിങ്ങളിപ്പോൾ ഒരുപാട് വിഷമിക്കുന്നുണ്ടാകാം. എനിക്ക് എന്താണ് ഇങ്ങനെ, എനിക്ക് മാത്രം ഈ കരിയർ ശരിയാവാത്തത് എന്താണ്, ഞാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും എനിക്കത് മുൻപന്തിയിൽ എത്താൻ പറ്റുന്നില്ല, കയ്യിൽ പൈസ നിൽക്കുന്നില്ല എന്ന് പറയുന്നൊരു സഫറിങ് സ്റ്റേജിലാണ് നിങ്ങളെങ്കിൽ ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ വിജയത്തിൻ്റെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഒരു ലാസ്റ്റ് സ്ട്രഗിളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ഡൗട്ട്. ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഡൗട്ട് വരില്ല, നിങ്ങളുടെ കയ്യിലേക്ക് പൈസ വന്ന് ചേരും. ഒരു അനുഗ്രഹത്തിന് മുമ്പ് ഒരു കഷ്ടപ്പാടായിട്ട് ഇതിനെ കണക്കാക്കിയാൽ മതി. ഒരു ഇമോഷണൽ എക്സോഷൻ ഫേസാണിത്. ഈ സമയത്തുള്ള ഒരുപാട് കഷ്ടപ്പെട്ട് നിൽക്കുന്ന ആളുകൾ പലപ്പോഴും നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ടാകാം ഇനി ഇട്ടിട്ട് പോകാം എന്നുള്ളൊരു ചിന്ത. ഒരിക്കലും ഗിവപ്പ് ചെയ്യരുത്. ഈ ഒരു ടൈം എന്ന് പറയുന്നത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് ഒരു മുന്നറിയിപ്പായിട്ട് തന്നെ പറയുകയാണ്, ഒരിക്കലും ക്വിറ്റ് ചെയ്യാൻ പാടില്ല. കാരണം നിങ്ങൾ വിജയത്തിൻ്റെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു. അതിന് തൊട്ട് മുമ്പ് വെച്ച് നിങ്ങൾ തിരിഞ്ഞു നടന്നാലുള്ള അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അത് മാത്രം ചിന്തിച്ചാൽ മതി. ഇവിടെ വരെ എത്തിച്ചേരാൻ നിങ്ങൾ എന്തുമാത്രം കഷ്ടപ്പാടുകളും സാഹസങ്ങളും ചെയ്തു കാണും. അപ്പോൾ അതൊരു പകുതി വഴി വെച്ച് യാതൊരു കാരണവശാലും ഉപേക്ഷിച്ചിട്ട് പോകരുത്. 3 ഓഫ് കപ്സ് കാർഡ് സൂചിപ്പിക്കുന്ന ഒരു സെലിബ്രേഷനെയാണ്, ഒരു സപ്പോർട്ടിനെ സൂചിപ്പിക്കുന്നു, ഫ്യൂച്ചർ ഔട്ട്കം. അതായത് ഒരു സക്സസ്, നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സക്സസ് അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുന്നു, അതിനെ ആഘോഷമാക്കുന്നു. ഹാപ്പി ന്യൂസൊക്കെ നിങ്ങളെ തേടി വരുന്നു, ഫിനാൻഷ്യൽ റിലീഫ് കിട്ടുന്നു, ഒരു ടീം വർക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സപ്പോർട്ടൊക്കെ നിങ്ങളുടെ വീട്ടിലും നാട്ടിലും എല്ലാം നിങ്ങളുടെ കരിയർ വെച്ച് തന്നെ, നിങ്ങളെ ഫിനാൻഷ്യൽ സ്റ്റേജ് വെച്ച് തന്നെ നിങ്ങളെ അംഗീകരിപ്പിക്കുന്ന ഒരു സമയം, അല്ലെങ്കിൽ അംഗീകരിക്കുന്ന ഒരു സമയം അത് ഉടൻ തന്നെ വരും എന്ന് തന്നെ കാണിക്കുന്നു. ചെറിയ ഒരു വിന്നിങ് ആണെങ്കിൽ തന്നെയും ഒരു ഹേർട്ട് ടച്ചിങ് വിന്നിങ് ആയിരിക്കും. നിങ്ങൾക്ക് വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ കരിയറിൽ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കുള്ള ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് ചോദിക്കുമ്പോൾ വന്ന കാർഡ് കിങ് ഓഫ് സോർഡ്സ് ആണ്. അതായത് നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻ കൺട്രോൾ ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ആ ഒരു തീരുമാനങ്ങൾ, ഡിസിഷൻ വളരെ ക്ലാരിറ്റിയോട് കൂടി എടുക്കാൻ പറ്റുകയുള്ളൂ. ഭയത്തോടു കൂടി ഡിസിഷൻ എടുക്കാൻ പാടില്ല. ഓവർ തിങ്കിങ്ങിൽ കുടുങ്ങിപ്പോകാനും പാടില്ല. ശരിക്കൊരു ട്രൂത്ത് ഫേസ് ചെയ്യാനുള്ള ധൈര്യമൊക്കെ നിങ്ങൾ കാണിക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്, ഗൈഡൻസ് ആയിട്ട് പറയുന്നത്, നിങ്ങളുടെ മൈൻഡ് വളരെയധികം ഷാർപ്പണാക്കൂ. ബൗണ്ടറീസ് എല്ലാം തന്നെ നിങ്ങൾ സെറ്റ് ചെയ്യൂ. ട്രൂത്ത് അക്സെപ്റ്റ് ചെയ്യൂ. നിങ്ങൾക്കുള്ള ഗൈഡൻസ് കറക്റ്റ് പറയാനാണെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ എല്ലാം തന്നെ ഒരു ക്ലാരിറ്റി കൊണ്ടുവരിക, ക്ലിയറായിട്ട് സംസാരിക്കുക. ലീഗൽ ഡോക്യുമെൻറ്റേഷൻ, ഈ ഒരു വർക്കിലെല്ലാം തന്നെ ക്ലാരിറ്റി കൊണ്ടുവരണം. അതായത് ഒരു ഡോക്യുമെൻറ്റേഷൻ സൈൻ ചെയ്യുമ്പോൾ, അതുപോലെ ലീഗൽ മാറ്റേഴ്സ് കൈകാര്യം ചെയ്യുമ്പോൾ എല്ലാം അതിലൊരു ക്ലാരിറ്റി ഉണ്ടാക്കി അതിൽ നിങ്ങൾ വർക്ക് ചെയ്ത് പോകണം. അതുപോലെ ലോജിക്കലായിട്ടുള്ള പ്ലാനിങ്, ശരിക്കും നിങ്ങൾക്ക് എബണ്ടൻ്റ് ആകണമെങ്കിൽ ഒരു ജീവിതത്തിൽ ഒരു പ്ലാനിങ് വളരെ അത്യാവശ്യമാണ്. അത് ഏത് മേഖലയിൽ വേണം എന്ന് നിങ്ങൾ തീരുമാനിക്കണം. ഫിനാൻസ് ഗൈഡൻസ് പറയാനാണെങ്കിൽ, നിങ്ങൾ കുറച്ചധികം ആളുകൾ ഇമോഷണലായിട്ട് കുറേ പൈസ നിങ്ങൾ അനാവശ്യമായിട്ട് സ്പെൻഡ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ചില ആളുകളുടെ സങ്കടം കാണുമ്പോൾ കൊടുത്തു പോവുക, പിന്നെ അത് തിരിച്ചു കിട്ടാതിരിക്കുക, പിന്നെ അതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ഒരു സ്ട്രഗിൾ അനുഭവിക്കുന്ന കുറച്ച് ആളുകളെ കാണിക്കുന്നുണ്ട്. ഇനിയെങ്കിലും കുറച്ച് ഇമോഷണലായിട്ടുള്ള സ്പെൻഡിങ് നിങ്ങൾ കുറച്ചൊന്ന് കുറയ്ക്കുക. അതുപോലെ തന്നെ സ്മാർട്ടായിട്ട് ബഡ്ജറ്റിംഗ് വളരെ സ്മാർട്ടായിട്ട് ചെയ്യുക. നമ്മളുടെ കയ്യിൽ വരുന്ന പൈസയ്ക്കനുസരിച്ച് ജീവിക്കാൻ പഠിക്കുക. സ്ട്രാറ്റജിക് ആയിട്ടുള്ള തിങ്കിങ് എന്ന് പറയുമ്പോൾ ഒരു വികലമായ ചിന്താഗതിയിലോട്ട് മൂൺ കാർഡ് വന്നതുകൊണ്ട് തന്നെ ഒരു ചിന്താഗതികളെല്ലാം ഒന്ന് വികലമാകുന്ന ഒരു സമയമാണ്. അതിനെ കയ്യിൽ പിടിക്കുക, സ്റ്റേബിളാക്കി നിർത്താൻ പരിശീലിക്കുക. നിങ്ങൾ ഇപ്പോഴൊരു വീക്ക് പോയിന്റിലായിരിക്കാം, നിങ്ങൾ വളരെ ടയേർഡാണെന്നൊക്കെ തോന്നുന്നുണ്ടായിരിക്കാം. ഒരു ടയേർഡ് പീപ്പിളിനൊരു റെസ്റ്റ് ആവശ്യമാണ്, പക്ഷേ ക്വിറ്റ് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്കൊരു റെസ്റ്റ് വേണമെങ്കിൽ എടുക്കാം ഈ ഒരു സമയത്ത്. എന്നെക്കൊണ്ട് ഈ ഭാരം താങ്ങാൻ പറ്റുന്നില്ല, കൺഫ്യൂഷൻ സഹിക്കാൻ പറ്റുന്നില്ല, വിഷമം സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ തോന്നുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഒന്ന് പോസ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാം. പക്ഷേ ഒരിക്കലും ക്വിറ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ. വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. ശരിക്കും നിങ്ങളുടെ മുമ്പിലേക്ക് ഈ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് ഒരു സൈനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്ക് ശരിക്കും കഴിയും. നിങ്ങളുടെ സമയം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോയിട്ടില്ല, ഇനിയും വരും. നിങ്ങളുടെ ജീവിതത്തിലുള്ള ഇരുട്ട് അത് അവസാനിച്ച് ശരിക്കും ഒരു ലൈറ്റ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. അപ്പോൾ ഇതൊക്കെയായിരുന്നു നിങ്ങൾക്കുള്ള റീഡിംഗ് എന്ന് പറയുന്നത്.
നിങ്ങൾക്ക് ഈ റീഡിംഗ് റെസൊണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ഈ ഒരു റീഡിങ്ങിൽ ഇന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമാറാകട്ടെ. അതിലുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. നെഗറ്റീവായതും നിങ്ങളെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള നിങ്ങളെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു സമയം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ അത് യൂണിവേഴ്സിന് മുമ്പിൽ സറണ്ടർ ചെയ്യുക. കാരണം നമ്മുടെ പരിധിക്ക് അപ്പുറത്തേക്കാണ് ചില സങ്കടങ്ങൾ. അത് സറണ്ടർ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ലഭിക്കുകയുള്ളൂ. നിങ്ങളുടെ ലൈഫിലെ കരിയർ, റിലേഷൻഷിപ്പ് ഇവയിൽ ഏതെങ്കിലും ശരിക്കും നിങ്ങൾക്കൊരു ക്ലാരിറ്റി വേണമെങ്കിൽ ശരിക്കും നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് ആണ് അത്യാവശ്യം. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയോ കോൾ ചെയ്യുകയോ ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് പെയ്ഡ് ആണ്. എൻ്റെ ദിവസേനയുള്ള പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾപ്പെടുത്തുന്നതിനായി നിങ്ങളുടെ പേരും നാളും അതല്ലെങ്കിൽ ജനിച്ച മാസവും ചേർത്ത് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അനുഭവങ്ങളും അതുപോലെ തന്നെ നിർദ്ദേശങ്ങളും ഈ ഒരു റീഡിങ്ങിന് താഴെ കമൻറ്റ് ചെയ്താൽ മതിയാകും. ഈ ഒരു റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും കരിയറിലും ഫിനാൻസിലും എല്ലാം തന്നെ ഒരു അബണ്ടൻസ് പ്രപഞ്ചശക്തി കൊണ്ട് തരുമാറാകട്ടെ എന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.